രണ്ട് പ്രവചനങ്ങളാണ് പ്രശസ്ത വാസ്തുശില്പിയും ജ്യോതിഷിയുമായ പാലുക്കുഴി വിജയൻ പ്രവചിച്ചിരിക്കുന്നത്. ഒന്ന്, പിണറായി മന്ത്രിസഭ 2024 മാർച്ച് 31 തകരുമെന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ, അദ്ദേഹം പറഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇത്തവണ വലിയ ഫൈറ്റ് ആയിരിക്കും, ഈക്വൽ ഫൈറ്റ് ആയിരിക്കും. കോൺഗ്രസ് മുന്നണി, ഇന്ത്യ മുന്നണി വലിയ ശക്തി നേടും, എന്നാൽ അധികാരത്തിൽ മോഡി ആയിരിക്കും വരിക എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ, ഇപ്പോഴിതാ അടുത്തത് അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കാൻ പോണത് തൃശ്ശൂരിൽ ആര് വിജയിക്കും? ഈ കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രശസ്ത ജ്യോതിഷിയായ വാസ്തുശില്പിയായ പാലുക്കുഴി വിജയനോട് ചോദിക്കാൻ പോണത്. നമസ്കാരം. നമസ്കാരം. രണ്ട് പ്രവചനങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞ മൂന്നാമത്തെ പ്രവചനം, അതായത് തൃശ്ശൂരിൽ ആര് വിജയിക്കും? തൃശ്ശൂരിൽ ആര് വിജയിക്കും എന്നുള്ളതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ശുദ്ധം ചെയ്യാനുണ്ട്. ഓം അന്തരീക്ഷമേ, ആകാശക്ഷമേ, സുന്ദരീക്ഷമേ, ചൊല്ലേക്ഷമേ. ഈ കുഞ്ഞുങ്ങളോടുകളുടെ ദേഹത്തോടുകൂടെ, ദേഹിയോടുകൂടെ, പഞ്ചാത്മാവോടും കണ്ടും കേട്ട് നിൽക്കുന്ന സർവ്വദുർഭൂതങ്ങളും സർവ്വദുസ്വരവുകളും ഈ കുഞ്ഞുങ്ങളിൽ നിങ്ങളുടെ ഗ്രഹത്തിൽ നിന്നും മണ്ണിൽ നിന്ന് എന്നേക്ക് ഒഴിഞ്ഞു പോകുക സ്വാഹ എന്ന് മൊത്തമായിട്ട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ക്ഷുദ്രജീവികൾ വാഴുന്ന ഈ ഭൂമിയിൽ ഗുരുവായൂരപ്പന്റെ മണ്ണിൽ 52% മാർക്കോടുകൂടി എൻ്റെ നാട്ടുകാരിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹം വിജയിച്ചിരിക്കും. സുരേഷ് ഗോപി എന്ന് പറയുന്നതായ അദ്ദേഹം ഒരു വ്യക്തിയല്ല, ഒരു യോഗിയാണ്. പിന്നെ ചില്ലറ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് എല്ലാവരിലും ഉണ്ട്, എല്ലാവരും. അത് ആരും പുണ്യാളന്മാരൊന്നും അല്ല, ആരും പുണ്യാളന്മാരൊന്നുമല്ല, ആരും പുണ്യാളന്മാരൊന്നുമല്ല. എങ്കിലും ചില ജനനന്മ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം പാർലമെന്റ് ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ 5 വർഷം? അദ്ദേഹം ഒരു പ്രസ്താവന നമ്മുടെ കൈരളി ചാനലിന്റെ ചെയർമാനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇഫ് ഐ ആം റിട്ടയറിംഗ്, ഒന്നുകൂടെ പറയുന്നു, ഇഫ് ഐ ആം റിട്ടയറിംഗ് ഫ്രം ദിസ് എംപി, എന്നിരുന്നാൽ പോലും ഞാൻ വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്തിരിക്കും എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിലായിരുന്നു പ്രഭാഷണം, ഞാൻ പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇദ്ദേഹം വെറും വാക്ക്, ഒരു രാഷ്ട്രീയപരമായിട്ട് വെറും വാക്ക് തെക്ക് വടക്ക് കീറിവായിക്ക് പറയുന്ന ഒരാളല്ല, ഒരു തറവാടിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടുകാരി ആയ ആറന്മുള പൊന്നമ്മയുടെ പൗത്രി വിവാഹത്തിന് ആരും അനുവദിക്കില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഒന്നും അല്ല, അല്ലാതെ തന്നെയുള്ളതായിട്ട് ചൈതന്യങ്ങൾ. ആറന്മുള ഭഗവാന്റെ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കുഞ്ഞുങ്ങളും കൂടെ ഗുരുവായൂരപ്പൻ്റെ മണ്ണിലേക്കാണ് പോകുന്നത്. താമസിക്കാനില്ല അവിടെ. ജനാധിപത്യപരമായിട്ടുള്ളതായ ആ ഒരു പോളിംഗ് ബൂത്തിൽ കൂടി, ആ ബാലറ്റ് പേപ്പറിൽ കൂടി കിട്ടുന്നതായ ആ ഒരു വൻ സംഖ്യയാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്. കറൻസിയല്ല, കറൻസിയെക്കാട്ടിൽ വലിയ കറൻസിയാണ് ബാലറ്റ് പേപ്പർ. അപ്പൊ തൃശ്ശൂരിൽ ആര് വിജയിക്കും എന്നുള്ളതാണ് നിസ്സംശയം. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മഹാ വ്യക്തി, ഹീസ് എ മാൻ, അല്ലാതെ ഒരു പിന്നെ അണ്ടൻ കൊണ്ടൻ അടവുകൾ. ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ശക്തി കൊണ്ടാണോ, അതല്ല നമ്മുടെ സുരേഷ് ഗോപിയുടെ അംഗീകാരം കൊണ്ടാണോ, ജനങ്ങളിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണോ ജയിക്കാൻ പോണത്? രണ്ടും. പക്ഷെ BJP-യിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള നാടകങ്ങൾ നടക്കുന്നു എന്ന് താങ്കൾ തന്നെ സുരേന്ദ്രനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുള്ള ത്രികോണ മത്സരം നടക്കും അവിടെ. പ്രതാപനാണല്ലോ ശക്തമായി നിൽക്കുന്നത്. പ്രതാപനാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച 1 ലക്ഷത്തിന് മേലെ വോട്ട് നയിച്ച ആളാണ്. അതെ അതെ. അപ്പോ ത്രികോണ മത്സരം നടക്കും. ഇപ്പൊ ജനങ്ങളും ചില കാര്യങ്ങളൊക്കെ മാത്രമല്ല, LDF-ന്റെ സുനിലായിരിക്കും പറയുന്നുണ്ട്, മന്ത്രി, മുൻ മന്ത്രി. അപ്പൊ ആ സന്ദർഭത്തിൽ സുരേഷ് ഗോപി ജയിക്കുന്നതാണോ താങ്കൾ പറയുന്നത്? അതിശയപരമായ രീതിയിൽ തന്നെ ദീർഘകാലം മാവേലിക്കര നിയമയോടെ ആയിരുന്ന കാലയളവിൽ, അതായത് ഇപ്പോഴത്തെ പത്തനംതിട്ട, ഞാൻ ജനിച്ചു കൊടുക്കുന്നതാണ്, തേവള്ളി മാധവൻ പിള്ള എന്ന് പറയുന്ന ആളായിരുന്നു. ദീർഘകാലമായിട്ട് അദ്ദേഹം MP ആയിരുന്നു. പല ഡെവലപ്മെന്റുകളും അദ്ദേഹത്താൽ കഴിയുന്നതായ, അന്നിത്ര ഈ ഫണ്ടും കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ പൊതുജനങ്ങളെ കൊണ്ടും അദ്ദേഹത്തിന് അധ്വാനം കൊണ്ടൊക്കെ ഒരുപാട് ഡെവലപ്മെന്റ് അന്നത്തെ മാവേലിക്കര നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കി. അതിനുശേഷം 1980 ഇലക്ഷനിൽ BJP അട്ടിമറിയോടുകൂടി 12 രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തോടുകൂടി
ജയിച്ചു എന്ന് പറയുന്നത് പോലെ ഇതൊരു അട്ടിമറിയിൽ കൂടിയായിരിക്കും സംഭവം നീങ്ങുന്നത്. പക്ഷേ ഇത്രയും ശക്തമായ മുന്നണികളുള്ള കേരളത്തിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒറ്റക്കെട്ടായി കോൺഗ്രസ് മുന്നണിയിലേക്ക് പോകുമെന്നിരിക്കെ എങ്ങനെയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിക്കാൻ ഇല്ല, ഇതെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ളതായ വോട്ട് അദ്ദേഹത്തിന് ധാരാളം കിട്ടും. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് അദ്ദേഹം കിരീടമോ ചെങ്കോലോ ഏതാണ്ടൊക്കെ ഏതോ ചർച്ചിൽ കൊടുക്കുന്നു, അതേ രൂപത്തിൽ അവിടെ നിന്ന് വോട്ട് ബാങ്ക് ആക്കാനൊന്നും. അതിൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ടൊരു നേർച്ച ഉണ്ടായിരുന്നു, മാതാവിന് ഒരു കിരീടം സമർപ്പിച്ചേക്കാം. അത് അദ്ദേഹം ചെയ്തു. അതിൽ കൂടി ഒരു വോട്ട് പോലും കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ. മറിച്ച് ഒരു നല്ല ജനസമ്മതനാണ് ഇദ്ദേഹം. അദ്ദേഹം, ഞാൻ പറയുന്നത് അദ്ദേഹം ജനിച്ചു വന്ന അദ്ദേഹത്തിന്റെ പൂക്കൾ കുടിച്ചിട്ട് കൊല്ലം തന്നെ നിന്നാൽ മതിയായിരുന്നുള്ളതാണ്. പക്ഷെ അതായത് കരുവന്നൂർ ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ജാഥ എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട്? അത് വളരെ ജനപിന്തുണയല്ലേ അദ്ദേഹം. പിന്നെ പക്ഷെ കോഴിക്കോട് അദ്ദേഹം കേസിൽ പെട്ടില്ലേ? അപ്പൊ അദ്ദേഹത്തിനെതിരെ അതിപ്പോ എടുത്തല്ലോ. നന്മ ചെയ്യുന്നവരെന്നും അല്ലെ പിന്നെ പോലീസുകാരനാണ്, മനസ്സിലാവുന്നുണ്ടോ? അവൻ എന്ത് ചെയ്താലും ശരി അവൻ്റെ കുടുംബം ഗുണം പഠിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇതല്ലല്ലോ. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരുപാട് ധാരാളം ഗണ്യമറ്റ സിനിമകളിൽ അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ആ ഡയലോഗുകൾ എന്ന് പറയുന്നത് 7-8 മിനിറ്റൊക്കെ ഉണ്ടാവും. ആ ഡയലോഗ് പോലെ തന്നെ ആയിരിക്കണം ഇദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ എന്നുള്ള ഒരു അപേക്ഷ എനിക്ക് ശ്രീ സുരേഷ് ഗോപിയോട് എനിക്ക് പറയാനുണ്ട്. അതിലുപരി എന്ന് പറഞ്ഞിട്ടുള്ള സംഭാഷണം. അതെ അതെ അതെ. അതുപോലെ തന്നെ ഒരു സിനിമയില് പല പ്രാവശ്യം കൊണ്ട് അതെല്ലാവർക്കും ഈ മുഖം. അതെ അതെ അതെ. അപ്പൊ അദ്ദേഹത്തെ ഓർക്കുമോ ജനങ്ങൾ? അദ്ദേഹത്തെ ഓർക്കും. പക്ഷേ രാഷ്ട്രീയ കെണിയിൽ വീട്, രാഷ്ട്രീയ കെണി എന്ന് പറഞ്ഞാൽ അത് പോലീസുകാരും സിനിമയും രാഷ്ട്രീയവും ഇത് മൂന്നും ഒന്നാണ്. നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തെ നേരിട്ട് വന്നിട്ട് ക്ഷണിക്കുകയും ഇവിടെ വരികയും വന്നത് കല്യാണത്തിന്. ആ സന്ദർഭത്തിൽ അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയാവാൻ സാധ്യതയുണ്ടോ? അത് വെറും ഈസി പഞ്ഞമല്ല. എന്റെ ഉദ്ദേശം അദ്ദേഹം മന്ത്രിയല്ല, അദ്ദേഹം ഡയസിൽ അദ്ദേഹം സ്പീക്കറായി വരുന്നതാണോ? ഡയസിൽ സ്പീക്കറാവും, അതാണ് പറയുന്നത്. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അദ്ദേഹത്തിന്. മന്ത്രിയല്ല, ക്യാബിനറ്റ് മന്ത്രിയല്ല. അത് മന്ത്രി എന്ന് പറഞ്ഞാൽ നാറ്റക്കേസാണ്. അല്ല, അദ്ദേഹം സ്പീക്കറായിട്ട് വരുന്നതാണ്. അദ്ദേഹം IAS പഠിക്കാൻ പോയ ഒരാളാണ്. പക്ഷേ തൃശ്ശൂര് പ്രതാപൻ ശക്തനാണ്, അത് പറഞ്ഞിട്ട് സുനിൽ ശക്തനാണ്. ഈ സന്ദർഭത്തിൽ എങ്ങനെ അതിനെ മറികടന്നിട്ട് സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ പറ്റും? അതായത് 52% മാർക്കോടുകൂടി അദ്ദേഹം പാസ്സാവും. അതിനുള്ള യോഗം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ നക്ഷത്രം ചോദ്യമാണ്. അമിതാഭ് ബച്ചന്റെ നക്ഷത്രം ചോദ്യമാണ്. മനസ്സിലാവും, പിന്മാറില്ല, അടിക്കടി മുന്നോട്ട് പോകുകയുള്ളൂ. തിരുവാതിര ചോദിച്ച് അദ്ദേഹം എന്ന് പറയുന്നത് ഏതൊക്കെ ഘടകങ്ങളാണ് ജനങ്ങളെ ആകർഷിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യും. ഇടിക്കേണ്ടതുകൊണ്ട് ഇടിയും കൊടുക്കും, ചതക്കേണ്ടതുകൊണ്ട് ചതക്കുകയും ചെയ്യും. നന്മ കാക്ഷിക്കുന്നവർക്ക് നന്മയും. അത് അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ഇതല്ല, അത് വേണം. അതാണ് വ്യക്തി എന്ന് പറയുന്നത്. അല്ലാതെ ശരി പിന്നെ കുറേ കഞ്ഞി മുക്കി വട്ടിയാക്കി എന്തോ ഒരു ചിരട്ടയൊക്കെ ഇട്ടിട്ട് കരിച്ചു പെറുക്കി ഒരു കതറുമൊക്കെ ഇട്ട് പിന്നെ മുണ്ടോ ഇങ്ങനെ വിളിച്ചു ശരി അത് നമ്മൾ നടത്തിയിരിക്കുന്നു, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ നേരെ അങ്ങോട്ട് സെക്രട്ടേറിയറ്റ് വന്നാൽ അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് വന്നാൽ മതി, അവിടെ നമുക്ക് അവിടുത്തെ കാര്യം നടത്തിയേക്കാന്ന് പറയും ഈ സാധുക്കൾ. എന്നാൽ സുരേഷ് ഗോപി എന്ന് പറയുന്നതായ ഈ ഞാൻ തുടക്കത്തിലെ പറഞ്ഞിട്ട് ഒരു വ്യക്തിയല്ല, ഒരു യോഗ്യമാണ്. അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അല്ല, നമ്മുടെ ആ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടല്ല, കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടല്ല, ആ ഒരു നിയോജകത്തിന് വേണ്ടിയിട്ടല്ല, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പലതും ചെയ്യണമെന്നും അതിൻ്റെതായ രൂപത്തിൽ ചില സമർപ്പണങ്ങൾ ഡെഡിക്കേഷൻ ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഒരാളായിട്ട്. അതുകൊണ്ടാണ് എത്ര ഹിന്ദി പറയാൻ ഹക്കീക്കത്ത് 52%
അദ്ദേഹത്തിന് വോട്ട് മേടിക്കായിരുന്നു. വോട്ട് കിട്ടിയില്ല, ഒരു സംശയവും വേണ്ട. കൂടാതെ അദ്ദേഹത്തിനാൽ കഴിയുന്നതായ കാര്യങ്ങൾ ജാതി മത ഭേദമന്യേ there is no any classification for the people. All are human beings. സ്ത്രീകളുടെ വോട്ട് എത്രമാത്രം അദ്ദേഹത്തിന് നന്നായി? സ്ത്രീകളുടെ വോട്ടാണല്ലോ കൂടുതൽ വരുന്നത്. എത്ര കോഴിക്കോട് അദ്ദേഹത്തിന്റെ കേസിന് വേണ്ടിയിട്ട് സ്ത്രീകളാണ് ഏറ്റവും ചെയ്തത് സംരക്ഷണത്തിന്. അപ്പോൾ തൃശ്ശൂരിൽ എത്രമാത്രം സ്ത്രീകളുടെ വോട്ട് അദ്ദേഹത്തിന് അനുകൂലം? അതായത് എങ്ങനെ കളിച്ചാലും ശരി തന്നെ ഇപ്പൊ വോട്ട് മൂന്നായിട്ട് ഡിവൈഡ്, എത്ര വോട്ടുണ്ടോ അത് മൂന്നായിട്ട് ഡിവൈഡ് ആകുമ്പോൾ അതിന്റെ 50% ഇദ്ദേഹത്തിനായിരിക്കും, ഇൻക്ലൂഡിങ് മെയിൽ ആൻഡ് ഫീമെയിൽ. സ്ത്രീകളുടെ വോട്ട് കൂടുതൽ കിട്ടും. 38% സ്ത്രീകൾക്ക്. അതിനുള്ളതായ സർവ്വതാ യോഗ്യനാണ് അദ്ദേഹം. വിചാരിച്ചിട്ട് അദ്ദേഹം പ്രേമിക്കാൻ പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ബലാത്സംഗത്തിനൊന്നുമല്ല. കോഴിക്കോട് മാത്രം നമുക്കൊരു ഉദാഹരണം എടുക്കാം. അദ്ദേഹത്തിന്റെ പേരിൽ വന്നതായ ആ കറപ്ഷൻ, അതിന്റെ ആ ഒരു കേസ്, ആ കേസ് അദ്ദേഹത്തിന് ഗുണമാണോ ദോഷമാണോ? എപ്പോഴും ഗുണം ചെയ്യും, അനുകൂലമാണ്. That case become favor with him. ഒരു ഏകദേശം ഒരു 50,000 എത്ര ലക്ഷം വോട്ടിന് അല്ലെങ്കിൽ എത്ര വോട്ടിന് അദ്ദേഹം ജയിക്കും? 70 ആണ് കണക്ക്. പക്ഷെ ഇത് വീട്ടിൽ സ്വതന്ത്രന്മാരായിട്ടുള്ളതും കുറെ ചെറുപ്പക്കാരൊക്കെ ഇറങ്ങുമല്ലോ, കുടവും കലവും സിലിണ്ടറും മെഴുകുതിരിയും. ഏകദേശം എത്ര വോട്ടിന് ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ചെയ്യുന്നത്? 50,000 വോട്ടിന് മേലെ ഇദ്ദേഹത്തിന് സൂക്ഷം കണ്ണുമടക്കുണ്ട്. അതായത് ഇവര് എണ്ണുമല്ലോ, ഓരോ കെട്ടിനകത്തും ഇദ്ദേഹത്തിന്റെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ നമുക്ക് നേരെ പാർലമെന്റിനകത്ത് കൊണ്ടുവന്ന ഡയസിലേക്ക് ഇരിക്കാം. മോദിജി വെൽക്കം ചെയ്യും, അമിത്ഷാജി വെൽക്കം ചെയ്യും, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നമ്മുടെ പേര് മറന്നുവല്ലോ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അവരൊക്കെ അതായത് ഇപ്പൊ 3-4 പേര് ഇദ്ദേഹത്തെ ഓൾറെഡി ഡയസിൽ ഇരുത്തിയിരിക്കുക. അതിന് കാരണം പറഞ്ഞത് യു ഷട്ട് എന്ന് പറയാൻ പ്രാപ്തനായിട്ടുള്ള ഇന്ത്യയിൽ ഒരു ശക്തൻ എന്ന് വേണം. മലയാളി ആയതുകൊണ്ട് പറയുകയല്ല, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി എൻ്റെ നാട്ടുകാരി ആയതുകൊണ്ട് പറയുകയല്ല. He have that full power, courageous. ഇതുണ്ട്. ഒരു ഇത് ഹിന്ദി ലാംഗ്വേജ് പോരാ, സാരമില്ല, അത് പഠിച്ചെടുക്കാവുന്നതുള്ളൂ ഈസിയായിട്ട്. ഇനിയിപ്പോ പാർലമെന്റിനകത്ത് ഹിന്ദിയുടെ ആവശ്യമില്ല. എന്താണെന്ന് ചോദിച്ചാൽ താങ്കൾ പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപി 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മിനിമം തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുമെന്നാണ് ആദ്യത്തെ പ്രവചനമാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ ആദ്യത്തെ പ്രവചനമാണ് വന്നിരിക്കുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഈ അടുത്ത ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷനിൽ വിജയിക്കുമെന്ന് ഉറപ്പാണ് എന്നാണ് പാരുക്കടി വിജയൻ എന്ന് പറയുന്ന പ്രശസ്തനായ ജ്യോതിഷി ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. വെറും 3-4 മാസം കാത്തിരുന്നാൽ മതി. ആ പ്രവചനം ശരിയാണെങ്കിൽ പാരുക്കടി വിജയന്റെ സ്ഥാനവും വലിയ ഉയരത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, അതുകൂടാതെ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ മകൻ നിന്നല്ലോ, അങ്ങനെ തന്നെ എന്നെയും ചെറിയതായിരുന്നു. ഞാൻ പറയും വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്ന് പറഞ്ഞു. അവിടെ കമ്മ്യൂണിസ്റ്റുകാർ കോട്ടയത്ത് കിടന്ന് ഒരുപാട് ഈ പുതുമഴ പെയ്യുമ്പോൾ ആ പുതുമഴയത്ത് കയറി വരുന്ന പടിഞ്ഞാറിന് കയറി വരുന്ന ഊത്ത നുണയ്ക്കുന്നത് കണ്ടമാനം നുണക്കാൻ ഞാൻ നേരിൽ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചത്. അതേ രൂപത്തിൽ തന്നെ ഇതും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അടുത്ത 3-4 മാസം വരെ എന്നാണ് ലോക്സഭാ ഇലക്ഷൻ വരുന്നത്, ചരിത്രപരമായ ഒരു അട്ടിമറിയായിരിക്കും എന്നുള്ള ആണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. അവിടെ പ്രതാപനുണ്ട്, ശക്തനാണ്. അപ്പുറത്ത് നമ്മുടെ സുനിൽകുമാർ ഉണ്ട്, CPI-യുടെ, അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത്. ഈ വിധത്തിൽ തൃശ്ശൂരിൽ കേരളത്തിലെ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു മത്സരമായിരിക്കും, ചിലപ്പോൾ ഇന്ത്യ തന്നെ ഏറ്റവും ഉറ്റുനോക്കുന്ന മത്സരമായിരിക്കും. അതിൽ ആദ്യത്തെ പ്രവചനമാണ് നമ്മുടെ പാരിക്കുഴി വിജയിക്കുന്നത്. കൂടാതെ ഇന്ത്യ ചരിത്രത്തില്, ഭാരത ചരിത്രത്തില് ആദ്യത്തെ ഒരു MP എന്നുള്ള നിലയ്ക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന്
കളക്ടറുടെ ഐഡന്റിഫിക്കേഷനോടുകൂടി പാർലമെന്റിലേക്ക് എത്തുന്നത് അദ്ദേഹമായിരിക്കും. ഇലക്ഷനിൽ കൂടി ഇനി അടുത്തത് നമ്മുടെ രാജഗോപാലൻ. അദ്ദേഹം 5 വർഷക്കാലത്തോളം നിയമസഭയിൽ ഉണ്ടായിരുന്നു. അടുത്ത ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ രാജഗോപാൽ അടുത്ത ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അത് 0 മൈനസായി പോയി. ഇനി അവിടുന്ന് പിടിച്ചു കയറണമെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി അദ്ദേഹം എന്ന് പറയുന്ന ഇദ്ദേഹത്തോട് മാത്രമേ പറ്റുള്ളൂ. അദ്ദേഹത്തോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, മാന്യമായ രീതിയിലുള്ളതായ പ്രവർത്തനം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ ആർക്കും ഒരു ഇലക്ഷൻ പ്രചരണത്തിന് പോയിട്ടില്ല, അങ്ങേക്ക് വേണ്ടിയിട്ട് അങ്ങ് ക്ഷണിച്ചാൽ എൻ്റെ ഫോൺ നമ്പർ ഇതാണ് 8129292519. അങ്ങ് ക്ഷണിച്ചാൽ ഞാൻ വരാം. പക്ഷേ അവിടെ എനിക്ക് വോട്ടില്ല. എൻ്റെ മകൾക്കും മരുമകനും വോട്ടുണ്ട് അവിടെ. എൻ്റെ മകൾ, സ്വന്തം മകൾ, മരുമകൻ, അവർക്ക് 2 പേർക്കുണ്ട്. ഈ 2 വോട്ട് ഞാൻ പ്രോമിസ് ചെയ്യും. ഇരിക്കട്ടെ. നന്ദി, നമസ്കാരം.